ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 3, ബോണസ്, ഷെയർ ആൻഡ് റൈറ്റ് ഇഷ്യൂ. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. സാധാരണ കമ്പനി എന്ത് ചെയ്യാറുണ്ട്, ആനുവൽ പ്രോഫിറ്റ്സിൻ്റെ ഒരു പാർട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സാണ് അവർക്ക് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിക്ക് ഇപ്പോൾ നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ഒരു പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യുകയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അതിന് ആ സർപ്ലസിൻ്റെ ഒരു പാർട്ട് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. സർപ്ലസ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, നമ്മൾ പറയാറുണ്ട് ഈ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് എംപ്ലോയീസിന് എംപ്ലോയർ കൊടുക്കുന്നതാണ് ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്പനീസൊക്കെ കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, ബോണസ് പ്രൊവൈഡ് ചെയ്യും. കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ, അതായത് അബ്നോർമൽ പ്രോഫിറ്റാണ്, ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഷെയറിനാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനാണ് നമ്മൾ ബോണസ് എന്ന് പറയുന്നത്. എ കമ്പനി ഷാൾ ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ആനുവൽ പ്രോഫിറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. Sometimes a company earns more than its normal profit in a year. The company may distribute a part of this abnormal profit or surplus profit to its shareholders. The surplus profit distributed to the shareholders is called bonus. When a company distributes a part of its accumulated profit, it is also called bonus. കമ്പനിയുടെ അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു പാർട്ടിനെ നമുക്ക് എന്ത് പറയാം, ബോണസ് എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്. അപ്പോൾ അതിൽ 3 മെത്തേഡാണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്, ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്. ദേ ആർ ബൈ ക്യാഷ് പേയ്മെൻറ്റ്, അതായത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കുന്നു, ക്യാഷ് ബോണസ് കൊടുക്കുക, അതായത് ഒരു പാർട്ട് എമൗണ്ട് ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കാം. ദെൻ ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ പിന്നെ പാർട്ട് ബോണസിന് നമുക്ക് ബോണസ് ഷെയറുകളായിട്ട്, അതായത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കാം. ദെൻ ബൈ മേക്കിംഗ് പാർട്ട്ലി ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. ഇനിയിപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയറേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന് എന്താക്കാം, ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് ബോണസ് ഷെയർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അങ്ങനെ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ സർപ്ലസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇസ് കോൾഡ് ബോണസ്, ഓർ വെൻ എ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വാട്ട്, ബോണസ്. They have 3 methods of distribution of these bonus. They are, first one is by cash payment, second is by issuing bonus share, then third one is by making partly paid share into fully paid up share. അപ്പോൾ അവിടെ ബോണസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കാനും വേണ്ടി എന്ത് ചെയ്യാം, ബോണസ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ക്യാഷ് ബോണസ് എന്ന് നോക്കാം അല്ലേ. This is very simple method of payment of bonus to shareholders, but this is not popular because by doing this the working capital of the company will be reduced. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മേജർ വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ട ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിന് മേജറായിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് എന്ത്, ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് നമ്മൾ ക്യാഷ് ബോണസായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് എന്ത് ചെയ്യുക, എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. എ കമ്പനി പേയ്സ് ബോണസ് ഇൻ ക്യാഷ് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പം ക്യാഷ് ബോണസ് കൊടുക്കുന്നതിൻ്റെ കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് കമ്പനി ക്യാഷ് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. വെൻ എ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ക്യാഷ് അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ക്യാഷ് ഉള്ള സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബോണസ് കൊടുക്കാം. Then next, when company does not want to raise the rate of dividend, in case ഡിവിഡൻറ്റിൻ്റെ റേറ്റ് കൂട്ടണ്ട, അവർക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കാം അല്ലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദെൻ പിന്നെ എന്താണ്, വെൻ ബോണസ് ഇഷ്യൂ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. നമ്മൾ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിമിറ്റാണ്.
അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ആ ലിമിറ്റിൽ മുകളിലേക്ക് പോകുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബോണസ്, നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലൊക്കെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി ഇപ്പം എന്താണ്, ഒരു 10 lakh ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുമോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം എന്താണ്, ഒരു 8 lakh ഉണ്ട് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുമോ. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ 8 lakh ആണെങ്കിൽ ഇപ്പം നമ്മളൊരു എന്താ പറയുക 3 lakh ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ 11 lakh ആയിട്ട് നമ്മളുടെ ക്യാപിറ്റൽ മാറും. അപ്പോൾ അവിടെ അത് ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കാം അല്ലേ. എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബോണസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് മേജറായിട്ട് എന്താ, നമ്മുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ക്യാഷ് ഉള്ള സമയത്ത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ക്യാഷ് ബോണസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻ കേസ് ഓഫ് ക്യാഷ് ബോണസ് ഇസ് റിക്വയർഡ് ജേർണൽ എൻട്രീസ്. എന്തിൽ നിന്നാണ് നമ്മൾ ബോണസ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് പേയബിൾ. ദെൻ ബോണസ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബോണസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാങ്കിലെ ക്യാഷ് ബാലൻസ് കുറഞ്ഞതായിട്ട് കാണിക്കും. ഇത്രയാണ് നമ്മൾ ക്യാഷ് ബോണസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാഷ് ബോണസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ബോണസ് ഷെയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോണസ്? ബോണസ് ഷെയർ എന്ന് പറയുന്നതും ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് നോക്കാം. എ കമ്പനി മേ ഹാവ് ഏൺഡ് എ ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. സ്റ്റിൽ ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു പേ ഡിവിഡൻഡ് ഇൻ ക്യാഷ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ക്യാഷ്. കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ട്, പക്ഷേ ക്യാഷ് ഷോർട്ടേജും ഉണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം, എ കമ്പനി സംടൈംസ് ഇഷ്യൂസ് അഡീഷണൽ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെയാകുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ച് അഡീഷണൽ ഷെയർസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഷെയർസ് മേ ബി ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വിതൗട്ട് എനി കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ബോണസ് ഷെയർ കൊടുക്കുക. നമ്മൾ സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, 10,000 വാല്യൂ വരുന്ന ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് എന്ത് ചെയ്യണം, ഈ 10,000 രൂപ തരണം. അങ്ങനെയല്ലേ. അപ്പോൾ ഇതൊരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ കമ്പനി ഇവർക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് ശരിക്കും ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കേണ്ട സാധനം അവർക്ക് ഷെയറാക്കി മാറ്റുക ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ 10,000 ആര് കൊടുക്കണ്ട, ഈ പുതിയ ഷെയർ കൊടുക്കുന്നതിന് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈ 10,000 കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ബോണസ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട സാധനം എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ആ 10,000 വാല്യൂള്ള ഷെയറുകളാക്കി ബോണസ് ഷെയർ ആയിട്ട് എന്ത് ചെയ്യാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. സച്ച് ഷെയർസ് ആർ കോൾഡ് വാട്ട്, ബോണസ് ഷെയർസ്. Similarly, shares may be issued for cash in proportion to the shares held by the existing shareholders. Such shares are called right shares. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അവർ കൈവശം വെച്ചിരിക്കുന്ന ഷെയറിന് ആനുപാതികമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെയറാണ് എന്ത്, റൈറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സ്, അവർക്കല്ലേ നമ്മൾ ബോണസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാണ്, എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ബോണസായിട്ട് ക്യാഷ് കൊടുക്കും. അതേപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ബോണസ്, ക്യാഷ് ബോണസ് അല്ലാതെ അവരെന്ത് ചെയ്യാണ്, പുതിയ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇപ്പം 100 ഷെയർ കൈവശം വെച്ച ആളുകളാണെന്ന് വിചാരിക്കുമോ. ഇപ്പം 100 ഷെയർ കൈവശം വെച്ച ആളുകളാണ്, ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറാണ് എ എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യാണ്, കമ്പനിക്ക് ഒരുപാട് സർപ്ലസ് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യാണ്, കമ്പനി ഈ എ എന്ന ഇൻഡിവിജ്വലിന് അയാളുടെ ഷെയറിന് ആനുപാതികമായിട്ടുള്ള ബോണസ് ഷെയറായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു 10 ഷെയർ അധികം അയാൾക്ക് കൊടുക്കുക.
അപ്പോൾ എന്തായി, ആ 10 ഷെയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യേണ്ട, കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട. കാരണം അത് അയാൾക്ക് ക്യാഷായിട്ട് കൊടുക്കേണ്ട സാധനം എന്താണ്, ബോണസ് ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എൻ്റെ കയ്യിൽ എത്രയായി, 110 ഷെയർ കൈവശം വെച്ച ഷെയർ ഹോൾഡറായിട്ട് മാറും. ഓക്കെ ആണോ? അപ്പോൾ അതാണ് ബോണസ് ഷെയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോണസ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. നമുക്ക് ബോണസ് ഷെയറിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ദ മീനിങ് ഓഫ് ബോണസ് ഷെയർ ഓർ ബോണസ് ഇഷ്യൂ. Bonus shares are those shares which are issued by a company free of cost to the existing shareholders of a company out of its large reserves created out of past profits. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, എന്താണ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരുപാട് കാലത്തെ പ്രോഫിറ്റ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അവരുടെ ഒരുപാട് കാലമായിട്ട് സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്യാണ്, ബോണസായിട്ട് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവരത് എന്ത് ചെയ്യേണ്ട, സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് ഷെയർ ഹോൾഡർ കമ്പനിയിലേക്ക് കൊടുക്കണം. ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുന്നതാണ് ബോണസ് ഷെയർ. അവരെന്ത് ചെയ്യേണ്ട, അതിന് എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം അവർക്ക് അഡീഷണലായിട്ട് ഷെയർ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വിതൗട്ട് പേയിങ് ക്യാഷ്, അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് കൊടുക്കുന്നില്ല. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ്. അവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാണ്, അഡീഷണൽ ഷെയർ കിട്ടുകയാണ്. ബോണസ് ഷെയർ ഈസ് എ ബോണസ് ഇൻ കൈൻഡ്. അവിടെ ക്യാഷ് അല്ല, കൈൻഡായിട്ട് കിട്ടുന്ന ഒരു ഷെയറാണ് എന്ത്, ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓൺ പ്രോറാട്ട ബേസിസ്. ദസ് ബോണസ് ഷെയർസ് ആർ ഫ്രീ ഷെയർസ് ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. അപ്പം ഓർത്തിരിക്കുക, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണ്, ഓൾറെഡി കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അവരെന്ത് ചെയ്യേണ്ട, വിതൗട്ട് പേയിങ് ക്യാഷാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ കിട്ടുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുക എന്ന് പറയുമ്പം കമ്പനിയുടെ ഷെയർ കൈവശം വയ്ക്കുക, അതിന് അനുപാതികമായിട്ടുള്ള എമൗണ്ട് ആര് കൊടുക്കണം, ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കണം. എന്നാൽ ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷിൻ ബോണസ് കൊടുക്കേണ്ടതിന് പകരം എന്ത് ചെയ്യാണ്, ഷെയർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ ഷെയറിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇൻ ഷോർട്ട്, ബോണസ് ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിതൗട്ട് എനി കൺസിഡറേഷൻ. അവരുടെ അടുത്ത് നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ബോണസ് ഷെയർ. ഓക്കെ, ദെൻ when a company issues bonus shares out of profits or reserves, its reserves or profits are converted into capital. അവിടെ നമ്മൾ റിസർവ്സിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ അങ്ങനെയാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ അത് ക്യാപിറ്റലിലേക്ക് മാറുകയും ചെയ്യും. നമ്മൾ റിസർവ്സിൽ നിന്നിപ്പോൾ ഒരു 10,000 രൂപ എന്ത് ചെയ്യാണ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഇത് നേരെ മുകളിൽ ക്യാപിറ്റലിൽ 10,000 ആയിട്ട് മാറുക ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ലാബിലിറ്റിയിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ബോണസ് ഇഷ്യൂ ഈസ് കോൾഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ്. By issuing bonus shares, the company capitalizes its accumulated profits or reserves without distributing its cash position. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു മാറ്റവും വരില്ല, കാരണം ക്യാഷ് അവർക്ക് കൊടുക്കുന്നില്ല. ഉള്ള റിസർവ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ്സിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് when the company wishes to capitalize its huge undistributed profits to reserves built. അതായത് ഇപ്പം കമ്പനി എന്ത് ചെയ്യാണ്, നമ്മളുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ്സ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, then when the company has not sufficient cash reserves, it issues bonus shares without adversely affecting its working capital. അതായത് കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇല്ലാതെ വരുന്ന സമയത്ത്, പക്ഷേ പ്രോഫിറ്റിലാണെങ്കിൽ എന്താണ് ഹൈ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാവുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബോണസ് ഷെയറുകളായിട്ട് ഇഷ്യൂ ചെയ്യാം.
Then when value of fixed assets of a company exceeded its capital, the difference is capitalized by issuing bonus shares. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സും അതേപോലെ തന്നെ ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫിക്സഡ് അസറ്റ്സ് ഓഫ് ദ കമ്പനി എക്സീഡഡ് ഇറ്റ്സ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഫിക്സഡ് അസറ്റ് വരികയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് എപ്പോഴും ഫിക്സഡ് അസറ്റ്സും നമ്മളുടെ ക്യാപിറ്റൽ പൊസിഷനും സെയിം ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്യാപിറ്റൽ ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് അസറ്റ്സിന് കമ്പയർ ചെയ്യുമ്പം സെയിം ആവുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലും ഫിക്സഡ് അസറ്റ്സും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യില്ലേ, അങ്ങനെയാണ് സമയത്ത് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും, ഫിക്സഡ് അസറ്റ്സും ക്യാപിറ്റലും. നെക്സ്റ്റ് പറയുന്നത് ദ കമ്പനി മേ ക്യാപിറ്റലൈസ് ഇറ്റ്സ് റിസർവ്സ് ഓർ പ്രോഫിറ്റ്സ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് വിത്ത് എ വ്യൂ ടു അവോയ്ഡ് പ്രോബ്ലംസ് സച്ച് ആസ് ഡിമാൻഡ് ബൈ ദ വർക്കേഴ്സ് ഫോർ ഹയർ വേജ്. അതായത് ഇപ്പോൾ നമ്മുടെ റിസർവ്സിൽ കൂടുതൽ എമൗണ്ട് കാണിക്കുക എന്ന് വിചാരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഒക്കെ കൂടുതൽ കാണിക്കുമ്പം വർക്കേഴ്സൊക്കെ ഡിമാൻഡ് ചെയ്യും ഞങ്ങൾക്ക് കൂടുതൽ വേജ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഈ റിസർവ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ റിസർവ്സ് കുറഞ്ഞ് കാണിക്കൂലേ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ള ആ ഒരു ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫാർ എക്സീഡ്സ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ദ കമ്പനി മേ ഇഷ്യൂ ബോണസ് ഷെയർസ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫാർ എക്സീഡ്സ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ ഷെയർ. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ ഷെയറിനേക്കാൾ മാർക്കറ്റ് വാല്യൂ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് കമ്പനി എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പറയുന്നത് കമ്പനി അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ബോണസ് കൊടുക്കാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിലും എന്ത് ചെയ്യാം, ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുക. അങ്ങനെയാവുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫിക്സഡ് അസറ്റ്, നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ലാബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്, നമ്മുടെ ഫിക്സഡ് അസറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാപിറ്റലും ഉണ്ടാവും. അപ്പോൾ ഈ ക്യാപിറ്റലും ഫിക്സഡ് അസറ്റ്സ് കൂടുതലാണ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ. ഇപ്പം സപ്പോസ് പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഒരു 5 lakh ഉണ്ട് വിചാരിക്കും, നമ്മളുടെ ക്യാപിറ്റൽ ഒരു 4 lakh ഉള്ളൂ. അപ്പോൾ നമ്മൾക്കിത് എന്ത് ചെയ്യണം, 1 lakh കൂട്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെ സെയിം ആയിട്ട് കമ്പയർ ചെയ്ത് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 lakh ക്യാപിറ്റൽ വരുന്ന രീതിയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഈ ക്യാപിറ്റൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ അവിടെ ക്യാപിറ്റൽ കൂടിയതായിട്ട് കാണിക്കും. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്, വർക്കേഴ്സൊക്കെ നമ്മുടെ ഹ്യൂജ് പ്രോഫിറ്റ്സൊക്കെ റിയലൈസ് ചെയ്യുന്ന, ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഇത്രയും കമ്പനിക്ക് പ്രോഫിറ്റൊക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ വേജൊക്കെ കൂട്ടി തന്നൂടെ എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ റിസർവ്സിൻ്റെ വാല്യൂ കുറഞ്ഞ് കാണിക്കാനായിട്ടും എന്ത് ചെയ്യാം, ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർ നമ്മൾ റിസർവ്സിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, റിസർവ്സ് കുറഞ്ഞ് കാണിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് വാല്യൂ നമ്മൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് എന്ത് ചെയ്യാം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഇഫക്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. അപ്പം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ എന്തെല്ലാം എഫക്റ്റുകൾ, അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതിനുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ. അതായത് ഇപ്പം 100 ഷെയർ കൈവശം വെച്ച ആൾക്ക് അഡീഷണലായിട്ട് ക്യാഷ് കൊടുക്കേണ്ടതിന് പകരം 10 ഷെയറും കൂടി കൊടുക്കുക. അപ്പോൾ ആ ഒരാളെ കയ്യിൽ എത്രയും 110 ഷെയർ കൈവശം വെച്ച ആളായി. അപ്പോൾ അവിടെ ഓർഡിനറി ഷെയർ ഉള്ളതിനേക്കാൾ കൂടുതൽ 10 കൂടിയില്ലേ. അതാണ് പറഞ്ഞത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് വിൽ ഇൻക്രീസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് റെഡ്യൂസസ് ദ റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഓഫ് ദ കമ്പനി. അപ്പം നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ കൂടുകയും ചെയ്യും, അതേപോലെ തന്നെ കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറയുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് നെറ്റ് വർത്ത് ഈസ് അൺഅഫക്റ്റഡ്. The total net worth remains unaffected because share capital is increased and reserves are reduced by the same amount. ഇപ്പം നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും അല്ലേ. ഇപ്പം നമുക്ക് ക്യാപിറ്റൽ ഒരു 1 lakh ഉണ്ട് വിചാരിക്കും, ക്യാപിറ്റൽ 1 lakh ആണ്, റിസർവ്സ് എത്രയാണ്, ഒരു 50,000 ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ 50,000 നിന്ന് ഒരു 20,000 എടുത്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 1,20,000 ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, ഇവിടെ 30,000 ആയിട്ട് റിസർവ്സ് കുറയും.
1,20,000 ക്യാപിറ്റലാവും അല്ലേ? 1,20,000 ആയിട്ട് മാറും. അപ്പം മൊത്തം എത്രയാണ്? 1,50,000. ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയാണ്? 1,00,000 ക്യാപിറ്റലും പ്ലസ് റിസർവ്സും 50,000, 1,50,000 തന്നെ. അവിടെ എന്ത് ചെയ്യുന്നില്ല? നെറ്റ് വർത്തിന് അത് എന്ത് ചെയ്യുന്നില്ല? എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് നേരെ മറിച്ച് താഴെ റിസർവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ എത്രയാണോ റിസർവ്സ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം കുറയുന്നത്, ആ സെയിം എമൗണ്ടാണ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളെ നെറ്റ് വർത്തിന് എന്ത് ചെയ്യില്ല? അത് എഫക്റ്റ് ചെയ്യില്ല ഇങ്ങനൊരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, റിസർവ്സിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പ്രോഫിറ്റും ക്യാപിറ്റലും സെയിം ലാബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ഐറ്റം അല്ലേ? അപ്പോൾ റിസർവ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മറിച്ച് അതേ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൂടുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ. 100 ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന അത്ര ഷെയർ ഇപ്പോൾ 110 ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ആളുകളുണ്ട് എന്ന് വിചാരിക്കും. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാണ്? ഇപ്പോൾ 100 ഷെയർ കൈവശം വെച്ച ഒരു 50 ആളുണ്ടെന്ന് വിചാരിക്കും. 100 ഷെയർ കൈവശം വെച്ചിട്ടുള്ള 50 ആളുണ്ടെങ്കിൽ അതിലിപ്പോൾ എല്ലാവർക്കും എത്രയാണ്? 100 ഷെയറുകൾ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിലേക്ക് 110 ഷെയർ എല്ലാവർക്കും ബോണസ് കൊടുക്കുന്ന സമയത്ത് അത് 110 ഷെയറായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾക്കിപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഒരു 1,00,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമ്മൾ 100 ഷെയർ കൈവശം വെച്ച ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുപോലെയല്ല 110 ഷെയർ കൈവശം വെക്കുന്ന ആളുകൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ കിട്ടുന്ന ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അത്രയും ആളുകൾക്ക് 100 ഷെയർ കൈവശം വെച്ച ആൾക്ക് 1,00,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും 110 ഷെയർ കൈവശം വെച്ച ആളുകൾക്ക് 1,00,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അവിടെ കിട്ടുന്ന ഡിവിഡൻഡ് പെർ ഷെയർ എന്ത് ചെയ്യും? കുറയും. അതാണ് അവിടെ റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ദെയർബൈ റെഡ്യൂസസ് ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ അവിടെ പുതിയ ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഷെയറിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഡിവിഡൻഡ് കൂടുതൽ ഷെയറുകളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഒരാൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് പെർ ഷെയർ എന്ത് ചെയ്യും? കുറയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് നോ ഇഫക്റ്റ് ഓൺ അസറ്റ്സ്. നമ്മുടെ അസറ്റ്സിന് ഒരു എഫക്റ്റും വരില്ല. നമ്മൾ ക്യാഷ് ബോണസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റ് ആയിട്ടുള്ള ക്യാഷിനെ അത് എഫക്റ്റ് ചെയ്യുമായിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള ക്യാഷിനെ എഫക്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? പക്ഷേ ബോണസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഷെയറായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അസറ്റിന് ഒരു കാരണവശാലും എന്ത് എഫക്റ്റ് ചെയ്യില്ല? ഈ ബോണസ് ഇഷ്യൂ എഫക്റ്റ് ചെയ്യില്ല. വെൻ ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ദേ പേ നോ മണി ടു ദ കമ്പനി. എന്നുവെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിനും ക്യാഷ് കൊടുക്കുന്നില്ല, ഷെയർ ഹോൾഡേഴ്സ് തിരിച്ച് കമ്പനിയിലേക്കും ക്യാഷ് തരുന്നില്ല അല്ലേ? കാരണം ബോണസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ വിത്തൗട്ട് പേയിങ് ക്യാഷാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് ക്യാഷ് കൊടുക്കുന്നുമില്ല, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് കൊടുക്കാനുള്ളതിന് അത് ഷെയറാക്കി കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യാണ്? സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ എന്താണ്? നമ്മുടെ അസറ്റിന് ഒരു എഫക്റ്റും എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ബോണസ് ഇഷ്യൂയിലൂടെ വരുന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ ആണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഷെയർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ കമ്പനീസിനും എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്. ക്യാഷ് ഒന്നും കൊടുക്കാതെ പുതിയ ഷെയർ കിട്ടുകയാണ് ആർക്ക്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ദാറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ ബോണസ് ഷെയർസ്. അപ്പം ബോണസ് ഷെയറിൻ്റെ മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ട? ഇൻകം ടാക്സ് പേയ്മെൻ്റ് ഒന്നും കണ്ടക്ട് ചെയ്യേണ്ട. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസസ് ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഏൺ പ്രോഫിറ്റ്സ് ബൈ സെല്ലിങ് ഇറ്റ്. ഇനി മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം? വിറ്റിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. ദിസ് ഈസ് ബിക്കോസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ്. അതായത് ഒരു ആൾക്ക് 100 ഷെയർ ഉണ്ടായിരുന്ന ആൾക്ക് 110 ഷെയർ കിട്ടുകയല്ലേ?
ഷെയറായിട്ട് മാറില്ലേ. അപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് പെർ ഡിവിഡൻഡ് എന്ത് ചെയ്യും, കുറയുമെങ്കിലും ഫ്യൂച്ചറിലേക്ക് എന്താണ് 100 ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് കിട്ടേണ്ടതിന് പകരം 110 ഷെയറിൻ്റെ മുകളിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇനിയും കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമ്പനി കൂടുതൽ ഡിവിഡൻഡ് റേറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അതെന്താണ് കൂടുതൽ ഡിവിഡൻഡ് ഫ്യൂച്ചറിൽ കിട്ടാനുള്ളൊരു സാധ്യതയാണ് അവിടെയുള്ളത്. അപ്പോൾ ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് അങ്ങോട്ടും കൊടുക്കുന്നില്ല ഇങ്ങോട്ടും കൊടുക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ലിക്വിഡിറ്റി ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെയോ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെയോ എന്ത് എഫക്റ്റ് ചെയ്യില്ല, ബോണസ് ഷെയർ ഇഷ്യൂ എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഈസ് നെഗ്ലിജിബിൾ. അവിടെ നമുക്ക് പുതിയ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് വരും പുതിയ ഇഷ്യൂവിന് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് കഴിയും. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്ത്നെസ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മളങ്ങനെ ബോണസ് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ആ ഒരു ക്രെഡിറ്റ് വർത്ത്നെസ് അല്ലെങ്കിൽ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് നോ ടാക്സ് ഈസ് പേയബിൾ ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേയ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് പറയുന്നത്. എപ്പോഴും നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. Then what are the disadvantages of issuing bonus shares to shareholders and to the company? First of all, what are the advantages of issuing bonus shares to the shareholders? Shareholders എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ്, when a company issues bonus shares, its total profit will have to be distributed over large number of shares. അതായത് ഇവിടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷെയറിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് അത്രയും ഷെയർസിലേക്ക് എന്ത് ചെയ്യപ്പെടും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഹാൻസ് ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് റെഡ്യൂസ്ഡ്, ദസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ആക്ച്വലി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഷെയർ കൈവശം വെച്ചിരുന്നപ്പോൾ കിട്ടിയ ഡിവിഡൻഡേ ചിലപ്പോൾ 110 കൈവശം വെച്ചാലും കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഉള്ള പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഉള്ള ഷെയറുകൾ കൂടുമ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യില്ല, ആക്ച്വൽ ഗെയിന് അക്വയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഫോൾ. അപ്പോൾ നല്ലൊരു ഡിവിഡൻഡ് റേറ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഷെയറിൻ്റെ മുകളിലുള്ള മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും, കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്രയും ഷെയർ കൈവശം വെച്ചതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനും വലിയ ഉപകാരമില്ലാതെയായിട്ട് മാറും. നെക്സ്റ്റ് പറയുന്നത് വെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫോൾസ് the shares held by shareholder cannot be disposed of so easily. അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് മാർക്കറ്റിൽ വിറ്റിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം എടുക്കാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ് പറയുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എൻകറേജസ് സ്പെക്യുലേഷൻ, ദിസ് ലീഡ്സ് ടു ഫ്ലക്ച്വേഷൻ ഇൻ ദ മാർക്കറ്റ് വാല്യൂ. എന്നുവെച്ചാൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ കിട്ടുന്ന സമയത്ത് ഒരു ഊഹക്കച്ചവടത്തിനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് അവിടെ വരിക. അങ്ങനെ ഒരു ത്വര ആളുകളിൽ ഉണ്ടാവും. പക്ഷേ എന്താണ്, അതൊരു മാർക്കറ്റ് വാല്യൂ ഫ്ലക്ച്വേഷനിലേക്കാണ് എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്പനിക്ക് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മേ ഫോൾ ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. ആസ് എ റിസൾട്ട് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ മേ സഫർ. അപ്പോൾ നമ്മൾക്കിപ്പം കൃത്യമായിട്ടുള്ളൊരു ഡിവിഡൻഡ് റേറ്റ് നമ്മൾ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഷെയറിൻ്റെ വാല്യൂ ഒക്കെ കുറയും. അങ്ങനെ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. ഓക്കെ, ദെൻ ഇതും എന്താണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അൺഡിസൈറബിൾ സ്പെക്യുലേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഏൺഡ് ഇൻ പാസ്റ്റ് ഇയേഴ്സ്. ഇപ്പം ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഒക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ സം എക്സ്പെൻസസ് ലൈക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എക്സെട്ര വിൽ ഹാവ് ടു ബി ഇൻകേർഡ്.
അപ്പോൾ നമ്മൾ കോസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എക്സെട്ര അങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നത്. ദേ ഹാവ് സം കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ഒരു 5 കണ്ടീഷൻ പറയുന്നുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 63 സബ്സെക്ഷൻ 2 ഓഫ് കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ് ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പ്രകാരം കമ്പനി താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ബോണസ് ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യം ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ പ്രൊപ്പോസൽ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. അപ്പം ഈ ബോണസ് ഷെയർ ഇങ്ങനെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇങ്ങനെ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു പ്രൊപ്പോസൽ ജനറൽ മീറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ട് അത് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ ദ കമ്പനി ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ടു പെർമിറ്റ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. കമ്പനിക്കിപ്പം അങ്ങനെ ഒരു ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം, അത് പെർമിറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ദ ബോണസ് ഇഷ്യൂ ഷുഡ് സാറ്റിസ്ഫൈ ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി. സെബി കുറച്ച് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതാണ് നമുക്ക് ഈ കണ്ടീഷൻസിന് ശേഷം മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ നെക്സ്റ്റ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, പാർട്ട്ലി പെയ്ഡ് ഷെയർ ഉണ്ടെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് റെഡിയാക്കി അതിനെ എന്താക്കണം, ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റണം. അപ്പോൾ ഇത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ദ മീനിങ് ഓഫ് ബോണസ് ഷെയർ, ദ മീനിങ് ഓഫ് ബോണസ്, ദെൻ മീനിങ് ഓഫ് ക്യാഷ് ബോണസ്, ദെൻ വാട്ട് ഈസ് ബോണസ് ഷെയർ, then what are the circumstances issuing bonus shares and the effect of issue of bonus shares, then advantages of issuing bonus shares to the company and to the shareholders also. Then we already discussed about disadvantages of issuing bonus shares to shareholders and to the company. Then last, conditions for issue of bonus shares. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിലുള്ള ഒരു കണ്ടീഷനായിരുന്നു എന്ത്, കമ്പനി എന്ത് ചെയ്യണം, സെബിയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് സെബി ഇഷ്യൂ ചെയ്തിട്ടുള്ള, ആ ഗൈഡ് ലൈൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള സെബി ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.